Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. വായിച്ചു നോക്കിയാ? ഹലോ മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടില്ലായിരുന്നു, ഇന്ന് കേൾക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മിസ്? പഠിച്ചിട്ടുണ്ടാ? ഓക്കെ. എന്താണ് ബയോപ്സി പ്രൊസീജിയർ? സ്കൃതി ഒന്ന് പറഞ്ഞേ. സ്കൃതി മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എന്താണ് ബയോപ്സി പ്രൊസീജിയർ? സ്കൃതിയില്ലേ? യെസ് മാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൃതി പോയാ? ആ പറഞ്ഞോ മോളെ. അത് ക്യാൻസറുമായിട്ട് റേഡിയോളജി. എന്താണ് മിസ്സിന് ക്ലിയർ ആയില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. വിട്ട് പോകുന്നുണ്ട്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ ആണ്. ഓക്കെ, അതെങ്ങനെയാ ചെയ്യണത്? അത് പ്രൊസീജിയർ എങ്ങനെ ചെയ്യണേ? പ്രൊസീജിയർ ചെയ്യുന്നത് ദ്രവങ്ങളും എന്നിവ മുഴകളിൽ കത്തീജർ വഴി അതില് കത്തീജർ ഉപയോഗിക്കുന്നുണ്ടോ അതിനകത്ത്? ഇല്ല. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ബയോപ്സി പ്രൊസീജിയർ എങ്ങനെ ചെയ്യണേന്ന്? ശരീരസ്രവങ്ങളിൽ നിന്നോ കലകളിൽ നിന്നോ സാമ്പിളുകൾ ശേഖരിച്ച് അത് ടെസ്റ്റ് ചെയ്ത് ക്യാൻസറിന്റെ പോസിബിലിറ്റി പരിശോധിക്കുന്നു. അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിൽ അതിന്റെ
വ്യാപനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞോ കൂടിയോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണിത്. ഓക്കെ, വെരി ഗുഡ് സൊല്യൂഷൻ. കാർഡിയാക് കത്തീഡ്രൈസേഷൻ. കാർഡിയാക് കത്തീഡ്രൈസേഷൻ. ടിബി എന്ന് പറഞ്ഞു. ടിബി 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 എന്ന് പറഞ്ഞേ. കാർഡിയാക് കത്തീഡ്രൈസേഷനിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ടിബി ഉണ്ടാ? ഓണാക്കി വെച്ചിട്ട് പോയേക്കാനാണോ അല്ലെങ്കിൽ? ഹേർട്ട് സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ആ, പിന്നെ അതായത് ഹൃദയത്തിന്റെ രോഗങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് കാർഡിയാക് സെന്റർ, അവിടെ കാർഡിയോളജിസ്റ്റുകൾ ഉണ്ടാവും. ആ. അവരാണ് ഇതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് പ്രത്യേകമായിട്ട് ഒരു ലാബ് ഉണ്ട്, കാത്ത് ലാബ് എന്ന് പറയുന്നത്. പിന്നെ ഹൃദയത്തിന്റെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് കാർഡിയാക് കത്തറൈസേഷൻ ചെയ്യുന്നത്. ആ. പിന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആൻജിയോഗ്രാഫി ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കതർ കടത്തി വിട്ടിട്ട്, കൈകളിലൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് അത് ഹൃദയം വരെ പോകും. അപ്പൊ എന്നിട്ട് അതില് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കുകയാണ് ചെയ്യുക. വേറൊരു പേരെന്താ? വേറൊരു പേര്? ആൻജിയോപ്ലാസ്റ്റിന്റെ വേറൊരു പേരുണ്ടായി. ബലൂൺ. ബലൂൺ കാതറിന്റെ മുകളില് ബലൂണുകൾ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ഉള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്ന. ഓക്കെ, അവിടെ എന്തിടും? സ്റ്റെന്റ് അല്ലേ? 3 ബ്ലോക്ക് മാത്രമേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുള്ളൂ. 4മത്തേതുണ്ടെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ? ലൊക്കേഷൻ എങ്ങനെയായിരിക്കും? Ideally on the ground. റസിയ എന്ന് പറഞ്ഞു. റസിയ. ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ആ. CT, MRI സ്കാനർ പോലെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറ്. പിന്നെ നടക്കുന്ന രോഗികൾക്ക് മാത്രമല്ല, അത്യാഹിത വിഭാഗങ്ങളെയും പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്യുന്നത് പറയുന്നത്. കിടപ്പ് രോഗികളാണെങ്കിലും OPD പേഷ്യൻസ് ആണെങ്കിലും എമർജൻസി വിഭാഗമുള്ള ആളുകൾക്കും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇത് സൗകര്യമാണ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ വെക്കാൻ. ഇനി 2 പോയിന്റ് കൂടി ഉണ്ട്. ആർക്ക് പറയാം? പറഞ്ഞോ സഫ, പറഞ്ഞോ. ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായി? പറഞ്ഞോ, കറക്റ്റാണ്. ഞാനാ പറഞ്ഞു. ഭാവിയിൽ വികസിപ്പിക്കണമെങ്കിൽ അവിടെ സ്പേസ് വിടണം. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കണം. ഓക്കെ. ഇനി റേഡിയേഷൻ റിസ്ക്. ഏതൊക്കെ റിസ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? റേഡിയേഷൻ റിസ്ക്. ദിവ്യ എന്ന് പറഞ്ഞേ. ദിവ്യ. എന്താണ്? ദിവ്യ ഉണ്ടോ? ദിവ്യ എന്ന് പറഞ്ഞേ. റേഡിയേഷൻ റിസ്ക് എത്ര തരത്തിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? റേഡിയേഷൻ റിസ്ക്. ഷംന ഒന്ന് പറഞ്ഞേ.
ഷംന. രണ്ട് തരത്തില് അല്ലെ, കമന്റ് ഇടുന്നുണ്ട് ആളുകൾ. രണ്ട് തരത്തിൽ പഠിച്ചു അല്ലെ. സിവിയർ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിവിയർ റിസ്ക് ചെറിയ ടൈമിൽ തന്നെ വലിയ രീതിയിലുള്ള ഹെവി ഡോസ് ആയിരിക്കും, പക്ഷെ ഷോർട്ട് ടൈമിലേക്കായിരിക്കും അതിന്റെ എഫക്ട് ഉണ്ടാവുക. 3 തരത്തിലായിരിക്കും അതിന്റെ എഫക്ട് ഉണ്ടാവുന്നത്: തലയില്, വയറിന്റെ ഭാഗത്ത്, ബ്ലഡില്. തലയിലുണ്ടാകുന്ന എഫക്ട് വരുന്നത് വിറയല്, കാഴ്ചമങ്ങല്, ഹെഡേക്ക് തുടങ്ങിയ അവസ്ഥകളിലായിട്ടാണ്. വയറിന്റെ ഭാഗത്തുള്ളതാണെങ്കിൽ ഓക്കാനം, ഛർദി, അതുപോലെ തന്നെ അടിവയറിന്റെ ഭാഗത്തുള്ള പെയിന്. ബ്ലഡിലുണ്ടാവുന്നത് വിളർച്ച, അതുപോലെ തന്നെ ബോണിന്റെ ഉള്ള സോഫ്റ്റ് ടിഷ്യൂസിന്റെ പ്രവർത്തനം കുറയുക. ഈ രീതിയിലായിരിക്കും. ക്രോണിക് എങ്ങനെയായിരിക്കും? ക്രോണിക് ലോങ് ടൈമിലേക്കുള്ള എഫക്ട് ആയിരിക്കും. ചെറിയ ഡോസ് ആയിരിക്കും. സ്കിന്നിൽ ഉണ്ടാവുന്നത് ഹെയർ ലോസ്, അതുപോലെ തന്നെ നഖം പൊട്ടിപ്പോകുന്നത്. ദെൻ ബ്ലഡിൽ ഉണ്ടാവുന്നത് അനീമിയ, അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ. കയ്യിലുണ്ടാവുന്നത് തിമിരം പോലെ. അതേഴ്സ് ആയിട്ട് വരുന്നത് വന്ധ്യത, പൊണ്ണത്തടി, ക്യാൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ മ്യൂട്ട് കൊടുക്കാൻ പോണേ കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് റെഗുലേറ്ററി ബോഡി. എന്താണ് റെഗുലേറ്ററി ബോഡി? ദ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡി, AERB. കണ്ടാ, ഈ ചാപ്റ്ററിൽ കുറെ ഫുൾ ഫോംസുകൾ ഉണ്ട് പഠിക്കാനായിട്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഒരു പേജിൽ ഓരോ ഫുൾ ഫോംസും എഴുതി വെക്കുക. അതിന്റെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള നെയിമുകളും എഴുതി വെക്കാം. അപ്പൊ എന്താണ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ PDF മറിച്ച് നോക്കുമ്പോ അത് എവിടെയാണ് ഇത് എവിടെയാണെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ ഫുൾ ഫോമും എക്സ്പാൻഡഡ് ഫോമും എഴുതി വെക്കണം. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ പഠിച്ചു പോയില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് മിസ് പറയാനാണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് AERB എന്ന് പറഞ്ഞാല് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ആണവോർജ. എന്താണ് അതിന്റെ അർത്ഥം? ആണവോർജ നിയന്ത്രണ ബോർഡ്. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. ആണവോർജ നിയന്ത്രണ ബോർഡ്. റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേറ്ററി എന്തായിരിക്കാം? റെഗുലേറ്ററി എന്ന് പറഞ്ഞാല് കാര്യനിർവഹണം. കാര്യനിർവഹണം. റെഗുലേറ്ററി എന്ന് പറഞ്ഞാല് കാര്യനിർവഹണം. The Atomic Energy Regulatory Board, outlined by the central government, is the proficient authority as the regulatory board of granting, renewal, withdrawal, and revocation consent for nuclear and radiation facilities. അപ്പോ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ആണ് AERB. ഔട്ട്ലൈനഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴിൽ വരുന്ന. അപ്പോ ഈ ബോർഡ് എന്ന് പറഞ്ഞാല് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഇറ്റ്സ് എ പ്രൊഫിഷ്യന്റ് അതോറിറ്റി. ഒരു വിദഗ്ധ അതോറിറ്റിയാണ്. പ്രൊഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് വിദഗ്ധ. ഓക്കെ, പ്രൊഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് വിദഗ്ധ. അപ്പോ ഇതെന്താണ്? ഈ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതും ഇതൊരു വിദഗ്ധ അതോറിറ്റിയുമാണ്. ആസ് ദ റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാന്റിംഗ്. എന്താണ് ഗ്രാന്റിംഗ്? എന്താണ് മീനിങ് ഗ്രാന്റിങ്ങിന്റെ? ഗ്രാന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അനുമതി നൽകുക, അനുവദിക്കുക അല്ലെ. അനുമതി. ഗ്രാന്റിംഗ് മീൻസ് അനുമതി. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. ഗ്രാന്റിംഗ് മീൻസ് അനുമതി. റിന്യൂവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിന്യൂവൽ
പുതുക്കൽ. വെരി ഗുഡ്. പുതുക്കൽ. റിന്യൂവൽ എന്ന് പറഞ്ഞാല് പുതുക്കൽ. വിഡ്രോവൽ എന്തായിരിക്കും? വിഡ്രോവൽ പിൻവലിക്കുക. ഓക്കെ, പിൻവലിക്കൽ അല്ലെങ്കിൽ പിൻവലിക്കുക. റിവോക്കേഷൻ എന്തായിരിക്കും? റിവോക്കേഷൻ. റിവോക്കേഷൻ അസാധുവാക്കുക അല്ലെ? അതന്നെ കറക്റ്റ്. അസാധു. അസാധുവാക്കുക. അസാധ റിജക്ട്. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഗ്രാന്റിങ് എന്ന് പറഞ്ഞാല് അനുമതി, റിന്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പുതുക്കല്, അതുപോലെ വിഡ്രോവൽ എന്ന് പറഞ്ഞാല് പിൻവലിക്കല്, റിവോക്കേഷൻ എന്ന് പറഞ്ഞാല് അസാധുവാക്കുക. അല്ലെ? നമ്മൾ പഠിച്ചിട്ടില്ലേ ഈ ആയുഷ് എന്ന് പറഞ്ഞത്? പഠിച്ചിട്ടില്ലേ ആയുർവേദത്തില്? ആയുഷിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആയുർവേദത്തിലോ അല്ലെങ്കിൽ യോഗയിലൊക്കെ എന്തെങ്കിലും ഫെസിലിറ്റീസ് അല്ലെ, ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാനായിട്ട് അനുമതി നൽകുന്നതാണ് ആയുഷിന്റെ ലക്ഷ്യം എന്ന് പഠിച്ചിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ ഇവിടെയും എന്താണ്, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എന്തെങ്കിലും ഫെസിലിറ്റീസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പുതിയ ഫെസിലിറ്റീസോ ഫങ്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നൽകുന്നത് ആരായിരിക്കും? റെഗുലേറ്ററി ബോഡി ആയിരിക്കും അല്ലെ? റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ ആരാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ്. അപ്പൊ എന്താണ്, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും റേഡിയേഷൻ ഫെസിലിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഫെസിലിറ്റീസ്, പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അനുമതി നൽകുക, ഗ്രാന്റിങ് കൊടുക്കുക. അതുപോലെ എന്താണ്, റിന്യൂവൽ അല്ലെ? റിന്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതുക്കുന്നത്. അതുപോലെ വിഡ്രോവൽ. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ പിൻവലിക്കല്. അവരുടെ പോളിസീസും പ്രൊസീജിയറും അനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ, ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത് പിൻവലിക്കും. അവർ കൊടുത്തിരിക്കുന്ന അനുമതി എന്ത് ചെയ്യും? പിൻവലിക്കും. അതുപോലെ എന്ത് ചെയ്യും? അസാധുവാക്കി കളയും. അതിനുള്ള അധികാരം ആർക്കുണ്ട്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിനുണ്ട്. അപ്പൊ എന്താണ് റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ്, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റില് റേഡിയേഷൻ ഫെസിലിറ്റീസുകൾ അല്ലെ, എന്തെങ്കിലും റേഡിയേഷൻ ഫെസിലിറ്റീസുകൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് അനുമതി നൽകുന്നത് ആരായിരിക്കും? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ്. ഇതെന്താണ്, സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ്. ഇതൊരു വിദഗ്ധമായ അതോറിറ്റിയാണ്, പ്രൊഫിഷ്യന്റ് അതോറിറ്റിയാണ്. ക്ലിയർ ആയോ? ഇനി പറയണോ മിസ് റെഗുലേറ്ററി ബോഡി എന്താണെന്നുള്ളത്? ഒന്നുകൂടിയും പറയാം. റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റില് റേഡിയേഷൻ ഫെസിലിറ്റീസ്, പുതിയതായിട്ടുള്ള റേഡിയേഷൻ ഫെസിലിറ്റീസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് അനുമതി നൽകുക, അല്ലെങ്കിൽ അത് എന്താണ്, ആ പോളിസിക്ക് അനുസരിച്ചല്ല, അവരുടെ പോളിസിക്ക് അനുസരിച്ചല്ല ഈ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താണ്, അത് പിൻവലിക്കാനുള്ള അധികാരവും അവർക്കുണ്ട്, അല്ലെങ്കിൽ അത് അസാധുവാക്കി കളയാനുള്ള അധികാരവും ഈ റെഗുലേറ്ററി ബോഡിക്കുണ്ട്. ആ റെഗുലേറ്ററി ബോഡിയാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. ഇതെന്താണ്, സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ്. ഇതൊരു പ്രൊഫിഷ്യൽ അതോറിറ്റിയാണ്. ഓക്കെ ആണോ? ആയുഷിന്റെ കൺസെപ്റ്റില്ലേ അത് തന്നെയാണ് ഇതിലും ഓർത്ത് വെച്ചാൽ മതി. ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവരുണ്ടോ? ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി പറയണോ മിസ്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഡയഗ്നോസ്റ്റിക് ഏരിയ. എന്താണ് ഡയഗ്നോസ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞാല്? ഡയഗ്നോസ്റ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, രോഗനിർണയം നടത്തുന്ന ഏരിയ അല്ലെ? രോഗനിർണയം നടത്തുന്ന ഏരിയാസിനെയാണ് ഡയഗ്നോസ്റ്റിക് ഏരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. എന്താണ് സെക്ലൂഡഡ് എന്ന് പറഞ്ഞാല്? സെക്ലൂഡഡ് എന്തായിരിക്കാം മീനിങ്? സെക്ലൂഡഡ് secluded
ഒറ്റപ്പെട്ടിരിക്കുന്ന. സെക്ലൂഡഡ് മീനിങ്സ് ഒറ്റപ്പെട്ടിരിക്കുന്ന. അപ്പോ റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് സോ ദാറ്റ് പീപ്പിൾ കനോട്ട് കെയിം 1 meter ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾസ്. അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? എന്താണ്, ഫസ്റ്റ് ഡോർ കഴിഞ്ഞിട്ട് തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ റൂംസ് വന്നത് അല്ലല്ലേ? ചെറിയ ഡോറുകൾ അല്ലെ, ചില 2-3 ഡോറുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ഓപ്പറേഷൻ നടത്തുന്ന ആ ഏരിയ വരുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് റേഡിയോളജി റൂംസും. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ റൂംസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഔട്ട്സൈഡ് വാൾസ് അല്ലെ, പുറം ഭിത്തിയോട് 1 meter അകലെ ആയിരിക്കണം എന്ത് റേഡിയോളജി നടത്തുന്ന റൂംസും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് റേഡിയോളജി റൂംസ് എന്തായിരിക്കണം? റേഡിയോളജി റൂംസ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് എവിടെയാണ്? ഔട്ട്സൈഡ് വാൾസിൽ നിന്ന് മാറി, ഔട്ട്സൈഡ് പുറം ഭിത്തിയിൽ നിന്ന് 1 meter മാറി അകലം പാലിച്ച് വേണം റേഡിയോളജി റൂംസ് സ്ഥാപിക്കാനായിട്ട്. ഓക്കെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ലെങ്കിൽ എന്താണ്, റേഡിയേഷൻ നടക്കുമ്പോ ആളുകളിലേക്ക് റേഡിയേഷൻ വരാനുള്ള സാധ്യതകൾ ഉള്ളത് കാരണമാണ് അങ്ങനെ പറയുന്നത്. ക്ലിയർ ആണോ പോയിന്റ്? റേഡിയേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ എന്താണ്, പുറം ഭിത്തിയോട് 1 meter അകലെ ആയിരിക്കണം റേഡിയേഷൻ റൂമുകൾ സ്ഥാപിക്കേണ്ടത്. The windows are avoided to lessen the penetration of radiation in the nearby area. എന്താണ് പെനട്രേഷൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം പെനട്രേഷൻ? നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ തുളച്ച് കയറുക അല്ലെ. അപ്പൊ എന്തായിരിക്കണം? റേഡിയേഷൻ റൂംസിൽ എന്താ അവോയ്ഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് വിൻഡോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് റേഡിയന്റ് എനർജി അല്ലെ, റേഡിയേഷൻ എന്ത് ചെയ്യും? മറ്റാളുകളുടെ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഔട്ട്സൈഡ് അല്ലെ, ഔട്ട്സൈഡ് വാൾസിന്ന് അല്ലെങ്കിൽ പുറം ഭിത്തിയിൽ നിന്ന് 1 meter അകലെ ആയിരിക്കണം റേഡിയോളജി റൂമുകൾ സ്ഥാപിക്കേണ്ടത്. അതുപോലെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എന്താണ്? വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, ഓൾ വാൾസ് ആൻഡ് ഡോർസ് ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി. എന്താണ് പറയുന്നത്? ഡോർസും അതുപോലെ തന്നെ വാൾസും അല്ലെ, ഭിത്തികളും എന്ത് പെയിന്റ് അടിക്കണം എന്നാ പറയണത്? വാഷബിൾ പെയിന്റ് അടിച്ചാൽ നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള വാഷബിൾ പെയിന്റ് വേണം അടിക്കാനായിട്ട്. എന്തിലൊക്കെ? ഭിത്തിയിലും അതുപോലെ തന്നെ ഡോർസിലും. ഓക്കെ, ഡോർ അറിയാലോ നിങ്ങൾക്ക്, വാതിലിലും അല്ലെങ്കിൽ ഭിത്തിയിലും എന്ത് ഗുഡ് ക്വാളിറ്റി ഉള്ള വാഷബിൾ ആയിട്ടുള്ള കഴുകാവുന്ന തരത്തിലുള്ള എന്ത് ഗുഡ് ക്വാളിറ്റി ഉള്ള പെയിന്റുകൾ ആയിരിക്കണം അടിക്കേണ്ടത്. തേർഡ് പോയിന്റ് വരാൻ ക്ലിയർ അല്ലേ? കഴുകാൻ പറ്റുന്ന തരത്തിലുള്ള. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് ആണ് പറയണത്, ആസ് പെർ ടു BARC, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ, ഇതിലൊക്കെ ഓർമ്മിച്ച് പറഞ്ഞില്ലേ, കുറെ ഷോർട്ട് ഫോംസുകളും എക്സ്പാൻഡഡ് ഒക്കെ നെയിമുകളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. BARC എന്ന് പറഞ്ഞാല് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ, the walls of radiography rooms should be 9 inch thick concrete walls or 14 inch thick brick എന്നാണ് അത്. ബ്രിക്ക്, ഇഷ്ടിക എന്ന് പറയില്ലേ, BRICK, ബ്രിക്ക് എന്നാക്കണം കേട്ടാ. ഇഞ്ച് തിക് ബ്രിക്ക് എന്നാക്കണേ. മെസോണറി വാൾസ് എന്താണ് പറയണത്? ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് അല്ലെ. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ റേഡിയോളജി റൂംസ് എങ്ങനെയാണെന്നാണ് പറയണത്? ഒന്നല്ലെങ്കിൽ എന്താണ് 9 inch തിക്നെസ് ഉള്ള ഒരു കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്
14 ഇഞ്ച് തിക്നെസ് ഉള്ള ബ്രിക്ക് ആയിട്ടുള്ള ഇഷ്ടികകൾ കൊണ്ട് പണിതിട്ടുള്ള വാൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? ഭാവ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ റേഡിയോളജി റൂംസിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഒന്നുകിൽ എന്തായിരിക്കും 9 ഇഞ്ച് തിക്കുള്ള കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും, അല്ലെങ്കിൽ 14 ഇഞ്ച് തിക്കുള്ള ബ്രിക്ക് അല്ലെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വാൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? കീപ് മിനിമം ഫർണിച്ചർ അല്ലെ. മിനിമം ഫർണിച്ചർ, രോഗികൾക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും ഫർണിച്ചറുകൾ എന്ത് ചെയ്യണം? അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി എന്താണ്? ടു പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂംസ്. എന്താണ് ഫ്യൂംസ് എന്ന് പറഞ്ഞാല്? എന്താണ്? എ ടൈപ്പ് ഓഫ് ലോക്കൽ എക്സ്ഹോസ്റ്റ് എന്നാണ് അർത്ഥം. ഫ്യൂം ഹുഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ഹോസ്റ്റ് കണ്ടിട്ടില്ലേ നിങ്ങള്? പലയിടത്തും കണ്ടിട്ടുണ്ടാവുമല്ലോ എക്സ്ഹോസ്റ്റുകള്. അറിയോ എക്സ്ഹോസ്റ്റ് എന്താന്നുള്ളത്? പൊടികളും അത് ഓക്കെ അറിയാം അല്ലെ. എന്താണ് എക്സ്ഹോസ്റ്റ് ഫാൻ? അറിയില്ലേ? ചൂട് കാറ്റൊക്കെ പുറത്തു വിടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മുറികളിലൊക്കെ ഘടിപ്പിക്കാറുണ്ട്. അതുപോലത്തെ എന്താണ് ഒരു ലോക്കൽ ആയിട്ടുള്ള എക്സ്ഹോസ്റ്റുകളെയാണ് ഫ്യൂം ഹുഡ്സ് എന്ന് പറയുന്നത്. ബാത്റൂമിൽ വെക്കാറുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ടാവുമല്ലോ ബാത്റൂമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കാണാമല്ലോ. എല്ലാ ഇതിലും കാണാൻ പറ്റും നമുക്ക്. കിച്ചണിൽ വെക്കാറുണ്ട് എക്സ്ഹോസ്റ്റുകളൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ലോക്കൽ എക്സ്ഹോസ്റ്റിനെയാണ് നമ്മൾ ഫ്യൂം ഹുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ റേഡിയോളജി റൂംസിൽ എന്താണ് പറഞ്ഞത്? എന്താണ് പ്രത്യേകത? വിൻഡോസ് വെക്കാൻ പാടില്ല എന്നുള്ള പ്രത്യേകതകളുണ്ട് അല്ലെ. വിൻഡോസ് എന്താണ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റിലേഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യണം. വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? അറിയോ ആർക്കെങ്കിലും? വെന്റിലേഷൻ എന്തിനാ പ്രൊവൈഡ് ചെയ്യണേ? റേഡിയേഷൻ ഇല്ലാതിരിക്കാൻ. പിന്നെ വല്ല കമന്റ് ഉണ്ടോ? വായു, എയർ കടക്കാനായിട്ട്. പിന്നെ പറയാം മിസ്. എന്താണ് ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ ചില മെഷീനിങ്ങൊക്കെ പൊടി അല്ലെങ്കിൽ എന്താണ് പൊടികള് പുകകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതാ റൂമിൽ നിറഞ്ഞാൽ എന്താണ് ഡസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് പൊടികളും പുകകളൊക്കെ റേഡിയേഷൻ ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ എന്താണ് അങ്ങനെ ആ റൂമിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പേഷ്യൻസിനും അപകടമാണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ഹോസ്റ്റുകൾ ഫിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെന്റിലേഷൻ വേണമെന്ന് പറയുന്നത്. എന്താണ് കാരണം? നമ്മൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ പുകകളും അതുപോലെ തന്നെ പൊടികളും വരാനുള്ള സാധ്യതകളുണ്ട്. അത് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ വെന്റിലേഷൻ വെക്കണം എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻസ്റ്റാൾ എക്സ്റേ മിഷൻ ഇൻ ദ കോർണർ സോ ദാറ്റ് ദെയർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. എന്താണ് പറയുന്നത്? എക്സ്റേ മെഷീൻസ് എവിടെ വെക്കണം എന്നാണ് പറയുന്നത്? ഒരു കോർണറിലായിട്ട് വെക്കണം, അല്ലെ ഒരു മൂലയ്ക്കായിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്തായിരിക്കും? അവിടുത്തെ വർക്കേഴ്സിനായാലും രോഗികൾക്കായാലും എന്ത് നടക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ട് അല്ലെ. സ്പേസ് കറക്റ്റ് നല്ല രീതിയിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് എക്സ്റേ മെഷീൻസ് ഒരു കോർണറിൽ വെക്കണം എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പൊ എന്താണ് എക്സ്റേ മെഷീൻസ് ഒരു കോർണറിൽ വെക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്താണ് കാരണം പറയുന്നത്? എന്താണ് കാരണം? നടക്കാനായിട്ടുള്ള മൂവിങ് സ്പേസ് കിട്ടാനായിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സ്പേസിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ദ ഫ്ലോറിംഗ് ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് ഹെവി മെഷീൻസ്, particularly if the lamp is built on top floor. എന്താണ് ചില സന്ദർഭങ്ങളിൽ അല്ലേ, ചില സന്ദർഭങ്ങളില് ഈ മിഷൻസ് റേഡിയേഷൻ ചെയ്യുന്ന മിഷൻസ് ഏതൊക്കെ മിഷൻസ് ആണ്? CT സ്കാൻ എടുക്കാനും എക്സ്റേ എടുക്കാനുള്ള മിഷൻസ് ചിലപ്പോൾ ടോപ്പ് ഫ്ലോറിൽ വെക്കേണ്ടി വന്നേക്കാം.
ശരിക്കും നമ്മൾ പഠിച്ചത് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും ഒപ്റ്റിമം സ്പേസ് എന്ന്, അല്ലെ? അപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എങ്ങാനും അവിടെ വെച്ചാല് എങ്ങാനും എന്താണ് ടോപ്പ് ഫ്ലോറിൽ വെക്കേണ്ടി വന്നാല് അവിടെ എന്തായിരിക്കണം? അവിടെ എങ്ങനെയുള്ള ഫ്ലോറുകളായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അത് ആ മെഷീൻ താങ്ങാനുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം അവിടെ പണിയേണ്ടത്. ഓക്കെ, എന്താണ് ഹെവി വെയിറ്റ് ഉള്ള മെഷീൻസുകളായിരിക്കും അല്ലെ, ഹെവി ലോഡിങ് മെഷീൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവണത്, അല്ലെങ്കിൽ അതിന് ഹെവി ലോഡായിരിക്കും ആ മെഷീൻസിന് ഉണ്ടാവേണ്ടത്. അപ്പോ അങ്ങനെ അത് താങ്ങാനായിട്ടുള്ള എന്തായിരിക്കണം? ഫ്ലോറിംഗ് ആയിരിക്കണം അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടത്. ഓക്കെ അല്ലേ? ആ പോയിന്റ് ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക് ഏരിയ മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? പുറംഭിത്തിയിൽ നിന്ന്, റേഡിയോളജി റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറംഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലത്തിലായിരിക്കണം റേഡിയോളജി റൂംസ് പണിയേണ്ടത് അല്ലെങ്കിൽ സ്ഥാപിക്കേണ്ടത്. പിന്നെന്താണ്? വിൻഡോസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതുപോലെ എന്താണ്? വാഷബിൾ, ഗുഡ് ക്വാളിറ്റി ഉള്ള വാഷബിൾ പെയിന്റുകൾ ആയിരിക്കണം അടിക്കേണ്ടത്. പിന്നെന്താണ്? ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ പ്രത്യേകത എന്താണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്താണ്? 9 ഇഞ്ച് തിക് കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? 14 ഇഞ്ച് തിക് ബ്രിക്ക് ആയിട്ടുള്ള ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള വാൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താണ്? മിനിമം ഫർണിച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്താണ്? വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. പൊടികളും പുകകളൊക്കെ പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാം. എക്സ്റേ മെഷീൻസ് ഒരു കോർണറിലായിരിക്കണം വെക്കേണ്ടത്. കാരണം എന്താണ്? മൂവിങ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? ടോപ്പ് ഫ്ലോറിൽ ഈ മെഷീൻസ് അല്ലെ, റേഡിയേഷൻ മെഷീൻസ് വെക്കേണ്ടി വന്നാല് അവിടെ എന്തായിരിക്കണം? ഫ്ലോറിംഗ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകും. നല്ല ഹെവി വെയിറ്റ് ഉള്ള മെഷീൻസ് ആണ്, അത് താങ്ങാനുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം അവിടെ സ്ഥാപിക്കേണ്ടത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റുകള്. ക്ലിയർ ആയില്ലെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളൂ കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഒന്ന് വായിക്കട്ടോ. ക്ലിയർ ആയില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡയഗ്നോസ്റ്റിക് ഏരിയയിലെ പോയിന്റുകൾ മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പോയിന്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അടുത്ത ടോപ്പിക് ആണ്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റൊരു പേരിലും പറയുന്നു അല്ലെ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അടിയിൽ വരയ്ക്കാട്ടോ. ഈസ് ഡിഫൈൻഡ് ബൈ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി IAEA. ഇമ്പോർട്ടന്റ് ആണ്, ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. IAEA ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. ഈ IAEA ആണ് എന്ത്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇൻജൂറിയസ് എഫക്റ്റ് ഓഫ് exposure to ionizing radiation and the means for attacking this. അല്ലെ, എന്താണ്? പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലെ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നാണ് അതിന്റെ വേറൊരു പേര്.
പിന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന് ഡെഫിനിഷൻ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതെന്താണ്? പീപ്പിൾസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. എന്താണ്? അയണൈസിങ് റേഡിയേഷൻ അല്ലെ? അയണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേസും CT സ്കാൻസും MRIs ഒക്കെ എക്സാമ്പിളുകളാണ് അയണൈസിങ് റേഡിയേഷന്. അപ്പൊ ഇങ്ങനെയുള്ള റേഡിയേഷൻസ് എടുക്കുമ്പോ പീപ്പിളിന് അല്ലെങ്കിൽ പേഷ്യൻസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? നിങ്ങൾക്ക് തന്നെ പറയാം ഡെഫിനിഷൻ. എന്ത് സംഭവിക്കുന്നുണ്ട്? റേഡിയേഷൻ നടത്തുമ്പോ രോഗികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഹെൽത്തിനെ ബാധിക്കില്ലേ? ഇഞ്ചുറീസ് അല്ലെ? ഹെൽത്തിനെ ബാധിക്കും, ഹെൽത്തിനെ ഇഫക്റ്റ് ചെയ്യും അല്ലെ? അങ്ങനെ പല ഇഞ്ചുറീസും നമ്മൾ കണ്ടില്ലേ? സിവിയർ ഇഫക്റ്റ്, ക്രോണിക് ഇഫക്റ്റ് ഒക്കെ കണ്ടില്ലേ? അങ്ങനെയുള്ള എഫക്റ്റുകള് എന്തുണ്ട്? രോഗികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. മനസ്സിലായോ? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് തന്നെയാണ് അർത്ഥം, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ. ഇനി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് ഈ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും എക്സാമിന് കേട്ടോ. അപ്പൊ എന്താണ് ഇനി ഈ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? പേഷ്യൻസിന് അല്ലെങ്കിൽ പീപ്പിൾസിന് എന്ത് ചെയ്യുക? റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുക അല്ലെ? അയണൈസിങ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ് ഇത് MRI സ്കാൻ, CT സ്കാൻ, എക്സ്റേ. ഇവയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? റേഡിയേഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്? പേഷ്യൻസിന് ഹെൽത്തിന് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? എന്തെങ്കിലും ഇഞ്ചുറീസുകൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് സിവിയർ ഇഫക്റ്റും ക്രോണിക് ഇഫക്റ്റിലൂടെയൊക്കെ നമ്മൾ പഠിച്ചത്. അങ്ങനെയുള്ള ഇഫക്റ്റുകൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും പീപ്പിൾസിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുന്നതാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ ഡെഫിനിഷൻ? ഓക്കെ. ഇനി അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് 3 types ഓഫ് റേഡിയേഷൻ പ്രൊട്ടക്ഷനുകളാണ്. 3 types of radiation protection. First one is occupational radiation protection. അത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവാം? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആർക്കായിരിക്കാം എഫക്ട് ചെയ്യുന്നത്? സ്റ്റാഫ്സിന് അല്ലെ? വർക്കേഴ്സിനായിരിക്കും എഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? മെഡിക്കൽ റേഡിയേഷൻ, അതാരുമായിട്ടായിരിക്കും റിലേറ്റ് ആയിട്ടുള്ളത്? ആരുമായിട്ടായിരിക്കും? മെഡിക്കൽ റേഡിയേഷൻ, പേഷ്യൻസ്. ഇനി പബ്ലിക് അറിയാലോ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുള്ളത്? പീപ്പിൾസ് അല്ലെ? പൊതുജനങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ which is the protection of workers in circumstances where their exposure എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പർക്കം പുലർത്തുന്ന exposure is directly connected with their work അല്ലെ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് കൊടുക്കുക? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അവരെന്താണ്? റേഡിയേഷൻ എന്താണ്? സമ്പർക്കം പുലർത്തുന്നവരാണ് അല്ലെ? റേഡിയേഷൻ ചെയ്യുമ്പോൾ ഓരോ രോഗികൾക്കും ഇങ്ങനെ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ, എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ, MRI സ്കാൻ, CT സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ അവരും എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷനുമായിട്ട് എക്സ്പോഷർ ചെയ്യുന്നുണ്ട് അല്ലെ? സമ്പർക്കം പുലർത്തുന്നവരാണ്. അവർക്കും എന്ത് വരാം? ഹെൽത്ത് ഇഞ്ചുറീസ് വരാം. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ആ പ്രൊട്ടക്ഷനെയാണ് പറയുന്നത് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ ആണോ? ഒക്യുപേഷൻ എന്ന് പറയുമ്പോൾ അറിയാലേ? ജോലി, വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ which is the protection of patient exposed to radiation as part of their diagnosis and treatment അല്ലെ? എന്താണ്? രോഗികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കും എന്താവുന്നുണ്ട്? ഹെൽത്ത് ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അങ്ങനെ അവർക്ക് കൊടുക്കുന്ന റേഡിയേഷൻ പ്രൊട്ടക്ഷനെയാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, അത് കൂടുതൽ പഠിക്കാനില്ല. ഓക്കെ, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടാ. ഇനി പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ which is the protection of individual members of the public and of the population in general. ഇതാണ്
പൊതുജനങ്ങൾക്കും എന്ത് വരാം, ഹെൽത്ത് ഇഞ്ചുറീസ് വരാം അല്ലെ. അങ്ങനെ എന്താണ്, അവർക്കും നമ്മൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, ക്ലിയർ ആവും. ക്ലിയർ ആവാത്തത് വല്ലതുണ്ടോ ഇനി പറയണോ മിസ്? ഇനി എന്തെങ്കിലും പോയിന്റുകൾ കിട്ടാത്തതുണ്ടോ? ഓക്കെ അല്ലേ 3 റേഡിയേഷൻ പ്രൊട്ടക്ഷനുകളും? ഓക്കെ, നെക്സ്റ്റിലോട്ട് കിടന്നോട്ടെ മിസ്. മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. എന്താണ് മെഷേഴ്സ് എന്ന് പറഞ്ഞാല്? മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? മുൻകരുതൽ അല്ലെ, മുൻകരുതൽ എടുക്കുക അല്ലെ, മുൻകരുതൽ. മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. അതിനകത്തെ ഫസ്റ്റ് പോയിന്റ് ആണ് നിങ്ങളുടെ PDF കൊടുത്തിരിക്കുന്നത് ഫോർ പബ്ലിക് എന്നായിരിക്കും. അവിടെ ഫോർ പേഷ്യന്റ് എന്നാക്കണം കേട്ടാ. ഫോർ പേഷ്യന്റ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ പേഷ്യന്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോർ സ്റ്റാഫ്സ് ആൻഡ് തേർഡ് വൺ ഈസ് ഫോർ പബ്ലിക്. ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് ഫോർ പേഷ്യന്റ് എന്നാക്കണം. സെക്കൻഡ് വൺ ഈസ് ഫോർ സ്റ്റാഫ്, ഫോർ പബ്ലിക്, തേർഡ് വൺ ഫോർ പബ്ലിക്. ഓക്കെ, ഇനി എന്തൊക്കെ മെഷേഴ്സ് ആണ് പേഷ്യൻസിന് കേട്ടോ, പേഷ്യൻസിന് എടുക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഫോർ പേഷ്യന്റ്. അതിന്റെ 4 പോയിന്റുകളാണ്, ഓരോന്നിലും 4 പോയിന്റുകൾ വെച്ചാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഫോർ പേഷ്യന്റിന്റെ പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ആൻഡ് CT ഡോസ്. എന്താണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഒപ്റ്റിമൈസേഷൻ? എന്താണ് മീനിങ് ഒപ്റ്റിമൈസേഷന്റെ? ഉത്തമമായ, കറക്റ്റായ, കറക്റ്റ് എന്നൊക്കെ പറയുമല്ലോ നമ്മള്, അതാണ് ഉത്തമമായ. ഒപ്റ്റിമൈസേഷൻ മീൻസ് ഉത്തമമായ. അപ്പൊ എന്താണ്? എക്സ്റേയും CT സ്കാനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റേഡിയേഷൻ കൊടുത്തിട്ടാണല്ലോ അവര് ഇമേജുകൾ എടുക്കുന്നത്. ആ ഡോസ് കൊടുക്കുമ്പോൾ കറക്റ്റ് ഡോസ് അല്ലെ, ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ഡോസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് ഡോസിൽ വേണം റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ്? ഫോർ പേഷ്യൻസിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. അപ്പൊ CT സ്കാനുകളും അല്ലെങ്കിൽ MRI, എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ റേഡിയേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്തെടുക്കുക, ഓരോ ഇമേജുകൾ എടുക്കുന്നത്. ആ ഇമേജുകൾ എടുക്കുമ്പോൾ കറക്റ്റ് ഡോസിൽ വേണം റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയില്ലേ? ഇനി ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. അതറിയാലോ നിങ്ങൾക്ക്. ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷീൽഡിംഗ് പ്രൊട്ടക്ഷൻ അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയാം, കവചം അല്ലെ, കവചം അല്ലെങ്കിൽ സംരക്ഷണം. ഓക്കെ, അപ്പൊ എന്താ കവർ അല്ലെ. എങ്ങനെയാണ് പേഷ്യൻസിനെ കവർ ചെയ്യണത് അല്ലെങ്കിൽ ഷീൽഡ് ചെയ്യണത്? കവറിങ് ഒക്കെ ക്ലോത്തുകളൊക്കെ കൊടുത്തിട്ടാണ് അല്ലെ. കറക്റ്റ് രീതിയിൽ എന്ത് ചെയ്യാ, ക്ലോത്തിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ ക്ലോത്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം എക്സ്റേസും അല്ലെങ്കിൽ CT സ്കാനും MRI ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്ലോത്തുകളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇട്ടിട്ടില്ലെങ്കിൽ അവർക്ക് എന്താണ്? സെപ്പറേറ്റ് ഡ്രസ്സ്. അതാണ് എന്താണ്, എന്ത് കളറായിരിക്കും ഡ്രസ്സ് കൊടുക്കണത്? ഒരു ഗ്രീൻ കളറിലെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? എക്സ്റേസ് ഒക്കെ എടുക്കണം. ഗ്രീൻ കളറിലെ ഡ്രസ്സ് ഒക്കെയാണ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ്റേസ് അല്ലെങ്കിൽ MRI ഒക്കെ എടുക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിലുള്ള ഡ്രസ്സ്, നല്ല രീതിയിൽ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ? രോഗികളെ എന്ത് ചെയ്യാനായിട്ട്? MRI അല്ലെങ്കിൽ CT സ്കാൻ ഒക്കെ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ റേഡിയേഷനെ വിധേയമാക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം? റേഡിയേഷൻ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ കടന്ന് നമ്മൾക്ക് റേഡിയേഷൻ സംഭവിക്കും. ശരീരത്തിൽ കടന്നിട്ട് എന്ത് ചെയ്യും? ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മിഷൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് മിഷൻസ് അല്ലെ? മിഷൻസിന്റെ ക്വാളിറ്റിയും
മിഷൻസിന്റെ ആ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വിവേക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് മിഷൻസിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അവിടെ ആ മിഷൻസിൽ ഓരോ മെഷർമെന്റുകൾ ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് രീതിയിലാണോ ആ മിഷൻ പ്രവർത്തിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി 4th പോയിന്റ് ആണ് പറയുന്നത്, റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ രോഗിയെ നിർത്താൻ പറ്റുമോ നമുക്ക്? അങ്ങനെയാണോ ചെയ്യാറ്? എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 മണിക്കൂർ നിർത്തോ? എങ്ങനെയാ ചെയ്യാറ് അത്? എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ പുറത്തേക്ക് വിടോ? എങ്ങനെ ചെയ്യാറ്? എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാറ്? വേഗം എന്ത് ചെയ്യണം? പുറത്തേക്ക് ഇറക്കണം അല്ലെ? എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ CT സ്കാനോ എന്തെങ്കിലും റേഡിയേഷൻ നടത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാ? രോഗികളെ പുറത്തേക്ക് ഇറക്കണം. അല്ലെങ്കിൽ എന്താണ്, റേഡിയേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഹെൽത്ത് ഇഞ്ചുറീസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. ഓക്കെ അല്ലെ? 4 പേഷ്യന്റിന്റെ പോയിന്റ്സുകൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? 4 പോയിന്റുകളാണ് പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ് പറയുന്നത്? CT സ്കാനും എക്സ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡോസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അവരെന്താ ഷീൽഡ് ചെയ്യാം അല്ലെ, സംരക്ഷിക്കാനായിട്ട് ക്ലോത്തും അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 3rd പോയിന്റ് എന്താണ് പറയുന്നത്? മിഷന്റെ ക്വാളിറ്റിയും മെഷർമെന്റുകളും കറക്റ്റ് രീതിയിലാണോ നടന്നു പോകുന്നത്, മിഷൻ കറക്റ്റ് ആണോ പ്രവർത്തിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. പിന്നെന്താണ്, എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികളെ അപ്പൊ തന്നെ ക്യുക്കായിട്ട് എന്ത് ചെയ്യണം? പുറത്തേക്ക്, റൂമിന് പുറത്തേക്ക് ഇറക്കണം. ഓക്കെ, ഇനി എന്താ? 4 staffs. Adequate distance 3 meter between mission and control panel. എന്താണ്? മിഷനും കൺട്രോൾ പാനലും തമ്മിൽ എന്താണ്? 3 meter ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മിഷൻസ് എൻഡ് ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ പാനലിനെ പറയുന്നതാണ് കൺട്രോൾ പാനൽ. അതെങ്ങനെ, ആരായിരിക്കും പ്രവർത്തിപ്പിക്കുന്നത്? അവിടെ ഉണ്ടായിരിക്കുന്ന വർക്കേഴ്സ് ആയിരിക്കും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്, ആ മിഷനും അല്ലെങ്കിൽ എന്താണ് അവർക്ക് റേഡിയേഷൻ പെട്ടെന്ന് എക്സ്പോഷർ ആവുക, സമ്പർക്കം പുലർത്താനായിട്ട് പറ്റും. അപ്പൊ അവർക്കും ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് മിഷനും കൺട്രോൾ പാനലും തമ്മിൽ 3 മീറ്റർ അകലം പാലിച്ചിരിക്കണം. സ്റ്റാഫ്സുകളുടെ മെഷേഴ്സ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്താണ്? ലിഡ് ഏപ്രൺ. ഏപ്രൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ ഏപ്രൺസ്? അതാണ് ഏപ്രൺ എന്ന് പറയുന്നത്. ഏപ്രൺ, ഗ്ലൗസ് ആൻഡ് ഗോഗിൾസ്. എന്താണ് ഗോഗിൾസ് എന്ന് പറഞ്ഞാല്? ഗോഗിൾസ് കണ്ണടകള്, ഗ്ലൗസ് ധരിക്കാം, അതുപോലെ ഏപ്രൺ ധരിക്കണം. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ് അല്ലെ, നമ്മള് രോഗികളെ സ്കാൻ ചെയ്യാനൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഏപ്രൺ ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം, കണ്ണടകളും വെക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്താണ്? യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്, TLD, തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ. ഇമ്പോർട്ടന്റ് ആണ്, അടിയിൽ വരച്ച് ക്ലിയർ ചെയ്ത് വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ. Dosimeter instrument that measures exposure to ionizing radiation over the given period. എന്താണ് ഡോസിമീറ്റർ എന്ന് പറഞ്ഞാല്? ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുരുക്കരൂപമാണ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഈ ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ, അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്റ്റാഫുകളുടെ മെഷേഴ്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് അവിടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം അവരുടെ ബോഡി ഈ റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്, എക്സ്പോഷർ ആയിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഡോസിമീറ്റർ. അപ്പൊ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെ അല്ലെങ്കിൽ സ്റ്റാഫുകള് എന്താണ് എത്രത്തോളം അവരുടെ ബോഡി എന്താണ് റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഡോസിമീറ്റർ. നിശ്ചിത കാലയളവില് അല്ലെ, ഗിവൺ എ പീരീഡ് ഓഫ് ടൈം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ,
അപ്പൊ എന്താണ്, ഒരു നിശ്ചിത കാലയളവില് അവരുടെ ബോഡി എത്രത്തോളം എക്സ്പോഷർ ആയിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. ക്ലിയർ ആയോ മക്കൾക്ക്? മനസ്സിലായോ? തെർമോലൂമിനസെന്റ് ഡോസിമീറ്റർ എന്ന് പറഞ്ഞാല്? ഓക്കെ. പിന്നെന്താണ്, മോണിറ്ററിങ് റേഡിയേഷൻ എക്സ്പോഷർ എവ്രി മന്ത്. എന്ത് ചെയ്യണം? ആ മോണിറ്റർ ചെയ്യണം അല്ലെ, നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അവിടുത്തെ മെഷീനുകൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ, കറക്റ്റ് രീതിയിലാണോ അതിന്റെ മെഷർമെന്റ് എടുക്കുന്നത്, എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെ കറക്റ്റ് രീതിയിൽ എവ്രി മന്ത് എന്ത് ചെയ്യാ, ചെക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പൊ 4 സ്റ്റാഫ്സിന്റെ ക്ലിയർ ആയോ? എന്താണ്, മിഷനും കൺട്രോൾ പാനും തമ്മിൽ അല്ലെ, എന്തെങ്കിലും മിഷനും കൺട്രോൾ പാനും തമ്മിൽ 3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, പേഷ്യൻസിനെ പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത്, സ്കാനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ധരിക്കണം? ഗ്ലൗസും ഏപ്രിനും കണ്ണടകളൊക്കെ വെച്ചിരിക്കണം. പിന്നെന്താണ്, ഡോസിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകള്, സ്റ്റാഫുകൾക്ക് റേഡിയേഷൻ എത്രത്തോളം അവരുടെ ബോഡിയിൽ എക്സ്പോഷർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സമ്പർക്കം അവരെത്രത്തോളം പുലർത്തിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് വേണ്ടിയിട്ട് മെഷർമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷേഴ്സ് എടുക്കുന്ന ആ ഇൻസ്ട്രുമെന്റിനെയാണ്, എത്രത്തോളം സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്നുള്ള ആ മെഷർ ചെക്ക് ചെയ്യൂലേ നമ്മള്, അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റിനെ പറയുന്നതാണ് ഡോസിമീറ്റർ. ഇനി എന്താണ് പറഞ്ഞത്, അവിടുത്തെ മിഷൻസ് നമ്മൾ എവ്രി മന്ത് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ മന്തും ചെക്ക് ചെയ്യുക. എങ്ങനെ, കറക്റ്റ് രീതിയിലാണോ പോകുന്നത് അതിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർമെന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ക്വാളിറ്റിയിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ, ക്വാളിറ്റി നല്ലതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാ മന്തും ആ മെഷീൻസ് ചെക്ക് ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റാഫ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. സ്റ്റാഫ്സിന്റെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എടുക്കട്ടെ മിസ്. ഫോർ പബ്ലിക് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക് അല്ലെ. ഇപ്പൊ എന്താണ്, നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണാം, റിസപ്ഷനിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും റിസപ്ഷനിൽ. അതുപോലെ തന്നെ ലബോറട്ടറി ലാബിലൊക്കെ എന്തായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ബ്ലഡ് ചെക്ക് ചെയ്യാനും അതിന് ഇതിനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തൊന്നും എന്ത് വെക്കാൻ പാടില്ല? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ പാടില്ല. അപ്പോ ജനറൽ ട്രാഫിക്കിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്റ്റൻസ്, ഒരു നിശ്ചിത അകലം പാലിച്ച് വേണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാനായിട്ട്. എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായില്ലേ? റിസപ്ഷനിലും അതുപോലെ തന്നെ ലബോറട്ടറിയിലൊക്കെ എന്താണ്, ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും ജനങ്ങൾ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്താണ്, റേഡിയേഷൻ അവർക്കും ബാധിക്കാം അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നിശ്ചിത അകലത്തില് എന്ത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കണം. പിന്നെന്താണ്, യൂസ് വാണിംഗ് ബോർഡ്സ് അല്ലെ. ഇത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള വാണിംഗ് ബോർഡ്സുകൾ സ്ഥാപിക്കണം. യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ അല്ലെ. എന്താണ് ഗ്ലോ എന്ന് പറഞ്ഞാൽ? എന്താണ് ഗ്ലോ എന്ന് പറഞ്ഞാല്? ഗ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളങ്ങുന്ന അല്ലെ. എന്താണ്, മഞ്ഞ നിറത്തില് തിളങ്ങുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിക്കണം. ഇത് റേഡിയേഷൻ ഏരിയ ആണ്. ഏത് റേഡിയേഷൻ ഏരിയ ആണ്? അപകടമുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, ഇത് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ള ഒരു സൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞ സൈനുള്ള അല്ലെങ്കിൽ മഞ്ഞ സൈൻ ബോർഡ് എന്ത് ചെയ്യാൻ, തിളങ്ങുന്ന തരത്തിലുള്ള സൈൻ ബോർഡ് പ്രൊവൈഡ് ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ കണ്ടോ? 4th പോയിന്റിന്റെ അടിയിൽ ആ എംബ്ലം കൊടുത്തിട്ടില്ലേ, ആ സൈൻ ബോർഡ് കൊടുത്തിട്ടില്ലേ? അതാണ് റേഡിയേഷൻ, ഹൈ റേഡിയേഷൻ ഏരിയ പോർഷൻ എന്ന് പറഞ്ഞ നിങ്ങൾ കണ്ടില്ലേ? അതാണ് എന്ത്, സൈൻ ബോർഡ്. ഇനി 4th പോയിന്റ് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ് are clearly seen and lit when the X-ray machine behind the leaded door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. എന്താണ് unintentional? എന്താണ് മീനിങ് unintentional? എന്താണ് മീനിങ്? Unintentional.
അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായ. അപ്പൊ എന്താണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ റേഡിയേഷൻ നടക്കുമ്പോൾ എന്താണ് വാർണിംഗ് ലൈറ്റുകള് സ്ഥാപിച്ചിരിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ എക്സ്റേ ഒക്കെ എടുക്കാൻ പോകുമ്പോ അതിന്റെ പുറത്ത് എന്താണ് റെഡ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. എക്സ്റേ ഇപ്പൊ എടുക്കാനായിട്ട് ഒരു രോഗിയെ അകത്തേക്ക് കിടത്തുമ്പോ ഇങ്ങനെ എന്താണ് റെഡ് ലൈറ്റുകൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താണ് അതിന്റെ സിഗ്നൽ എന്തായിരിക്കും പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ എക്സ്റേസും അല്ലെങ്കിൽ സ്കാനുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് കിടക്കാൻ പാടില്ല, അതൊരു അപകടകരമായിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് എന്താണ് ഇത് പാലിക്കുക എന്നുള്ള രീതിയിൽ എന്താണ് ഒരു സൈൻ കൊടുക്കുന്നതാണ് എന്ത് റെഡ് ലൈറ്റിങ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രോഗിയെ കയറ്റി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഇമേജുകളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കുമ്പോ എന്ത് ചെയ്യും ആ റെഡ് ലൈറ്റ് അവിടെ തന്നെ ഓഫ് ആവും. റേഡിയേഷൻ കഴിഞ്ഞു എന്നറിയാം. പുറത്തുള്ള ആൾക്കാർക്ക് റേഡിയേഷൻ കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സൈനാണ് എന്ത് ഈ റെഡ് ലൈറ്റുകൾ ഇങ്ങനെ തെളിഞ്ഞിരിക്കുക. റെഡ് ലൈറ്റ് റേഡിയേഷൻ കഴിഞ്ഞ ഇമേജുകളൊക്കെ എടുത്ത രോഗിയെ പുറത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യും തന്നെ അത് ഓഫായി പോകും. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി എക്സ്റേസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ഇപ്പോ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും ആൾക്കാർ അറിയാതെ എന്ത് ചെയ്യാ അതിനകത്തോട്ട് പ്രവേശിക്കണേ, ആ റേഡിയോളജി റൂംസിലോട്ട് പ്രവേശിക്കണമെങ്കിൽ എന്താകും അപ്പൊ തന്നെ ആ മെഷീൻസും അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ പെട്ടെന്ന് ഓഫായി പോകും. എന്താണ് കാരണം? ആളെന്താണ് ഗ്ലൗസുകളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കവറിങ്ങുകളോ കണ്ണടകളോ ഒന്നും ധരിക്കാതെയാണ് അതിനകത്തോട്ട് കയറിയത്. അപ്പൊ അയാളുടെ ബോഡിയിൽ എന്താണ് റേഡിയേഷൻ കടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും ആ റൂമിലോട്ട് അറിയാതെ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റുകൾ മെഷീൻസ് ഒക്കെ തന്നെ ഓഫായി പോകും. ഓക്കെ, ഇത്രയുമാണ് ഞാൻ എടുക്കുന്നത്. ക്ലിയർ ആയോ ഈ പോയിന്റ് നിങ്ങൾക്ക്? എന്താണ് ഫോർ പബ്ലിക്കിൽ പറഞ്ഞത് ജനറൽ ട്രാഫിക്കിന് എന്താണ് ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെന്താണ് വാൺ ബോർഡ്സുകൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ യെല്ലോ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. പിന്നെന്താണ് വാണിംഗ് ലൈറ്റുകൾ അല്ലെ, പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റെഡ് ലൈറ്റുകൾ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അത് എന്താണ് റേഡിയേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആവും. അങ്ങനെയുള്ള വാണിംഗ് ലൈറ്റുകളും സ്ഥാപിക്കണം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ ഇനി മക്കൾക്ക്? ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ കാണാം കേട്ടോ. അപ്പൊ നാളെ നമ്മളുടെ പോർഷൻ ഈ ചാപ്റ്റർ കഴിയും. ഒരു ടോപ്പിക്കും കൂടി ഉള്ളൂ. അപ്പോ ഇനി മിസ് എടുക്കണത് ഇനി ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോ PDF ഇല്ലാത്തവർ എടുത്തു വെക്കണം കേട്ടോ. ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇനി അടുത്തത് മിസ് എടുക്കാൻ പോണത്. നാളത്തെ ക്ലാസ്സിൽ മിസ് എടുക്കും അത്. ഓക്കെ. പിന്നെ വന്ദന മിസ് എടുക്കണത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ നാളെ എടുക്കണത്. ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ 9. വന്ദന മിസ്സിന്റെ ചാപ്റ്റർ മിസ്സിന് എത്രയാണ് മിസ്സിന് അറിയില്ല. അത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും എടുത്തു വെക്കണം കേട്ടോ അത്. താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇനി? ഓക്കെ.